ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് പുതിയൊരു ടോപ്പിക്കായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ അച്ചാറാണ്. അപ്പോൾ അച്ചാറ് പലവിധ അച്ചാറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് നമ്മൾ കടയിലൊന്നും മേടിക്കാൻ കിട്ടാത്തൊരു ഐറ്റം അച്ചാറാണ്. അപ്പോൾ അതിന് എന്തുകൊണ്ട് ഉണ്ടാക്കുന്ന അച്ചാറാണെന്നും കൂടി അറിയണ്ട. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുകയായിരിക്കും. അപ്പൊ അതിലേക്ക് പോകുന്നതിന്റെ മുന്നേ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടു. കാരണം എന്താ വെച്ചാല് നമ്മളെ പുതിയ പുതിയ അടാറ് വീഡിയോസാണ് ഇനി വരാൻ പോകുന്നത്. അതെല്ലാം നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടു. അതേപോലെ അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തി എനേബിൾ ചെയ്യുകൊണ്ടു. കാരണം നമ്മളെ ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമുക്ക് നമ്മളെ ടോപ്പിക്കിലേക്ക് പോവാം. നമ്മൾ ഇന്ന് അച്ചാറ് പറഞ്ഞ സംഭവം അറിയാലോ. അപ്പൊ അച്ചാറ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതും കൊണ്ടാണ്. ഇതെന്താന്ന് എല്ലാവർക്കും അറിയോ? ഇതാണ് നമ്മളെ പൈനാപ്പിൾ. അപ്പൊ പൈനാപ്പിൾ കൊണ്ട് എല്ലാവരും ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന് പലർക്കും അറിയില്ല. അറിയുന്നവര് ചിലവരുണ്ടാവും. പക്ഷെ എന്നാലും കൂടുതൽ പേർക്കും ഇതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കുന്ന കാര്യമൊന്നും അറിയില്ല. അപ്പൊ അവർക്കും കൂടി പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് പോവാം. കമോൺ ഗായ്സ്. അപ്പൊ നമുക്ക് ഇതിന് ആവശ്യമായ സാധനങ്ങളാണിത്. ഇത് എല്ലാവരും വീട്ടിൽ ഉണ്ടാവുന്ന സാധനങ്ങളാണ്. അത് പ്രത്യേകിച്ച് സാധനങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ല ഇതിന്. ഇത് നമ്മൾ ഓൾറെഡി എല്ലാവരെയും വീട്ടിലുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു അടിപൊളി അച്ചാറാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് ഇത് കാശ്മീരി ചില്ലിയാണ്, മുളക് പൊടി. പിന്നെ വരുന്നത് സാദാ മുളക് പൊടി, പിന്നെ അച്ചാറ് പൊടി. ഇത് മഞ്ഞൾപ്പൊടിയാണ്, വെളുത്തുള്ളി, മുളക് ചെറുതായിട്ട് നുറുക്കിയത്, അതുപോലെ ഇഞ്ചി നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞത്. പിന്നെ നമ്മളെ മെയിൻ ഇതാണ് പൈനാപ്പിൾ. അത് ഇതേപോലെ നീളത്തിൽ അരിയുക, ചെറുതാക്കിയിട്ട് നൈസാക്കിയിട്ട് അരിയണം. അടുത്തത് നമ്മുടെ കറിവേപ്പില, ഉലുവ, കടുക്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഗ്യാസ്മേ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ കുറച്ച് ഓയിൽ, ഒരു 3 സ്പൂണോളം ഓയിൽ വെച്ചിട്ടുണ്ട്. ആ ഓയിൽ ഇതാ ഏകദേശം ചൂടായിട്ടുണ്ട് ഇപ്പം. ഇനി അതിലേക്ക് നമ്മൾ കടുക് ഇടാം. കടുക്, ഉലുവ ഇടിക്കണം. അങ്ങനെ കടുക് ഇതെല്ലാം പൊട്ടിയതായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ഐറ്റംസ് വെളുത്തുള്ളി, മുളക്, ഇഞ്ചി അത് അതിലേക്ക് ഇടാം. അത് നല്ല ഇതിൽ ഇളക്കി കൊടുക്കണം. ഇത് നല്ല രീതിയിൽ ഒന്ന് ഇതാക്കണം. കാരണം ഇതിൻ്റെ ആ പച്ചച്ചുവ നല്ല ഇതിൽ പോകണം. അത് ഇതായി കഴിഞ്ഞിട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇളക്കണം. നല്ലപോലെ ഇളക്കിയതാക്കണം. ഇതേപോലെ നല്ലപോലെ ഇളക്കിയതാക്കണം. പിന്നെ ഇതൊന്ന് കടുകൊക്കെ ഇടുമ്പോൾ സൂക്ഷിച്ച് വേണം. എന്താ വെച്ചാൽ കടുകൊക്കെ പൊട്ടിയതാകുമ്പോൾ കൈമേക്കും ഒക്കെ എണ്ണയൊക്കെ തെറിക്കും. അതൊക്കെ നമ്മളൊക്കെ കുറച്ചൊക്കെ ഒന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് സഹിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ നമ്മൾ ഇതൊക്കെ നോക്കി സൂക്ഷിച്ച് ചെയ്യുക. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി ഇട്ടു. ഇനി അടുത്തത് നമുക്ക് അച്ചാർ പൊടി, മഞ്ഞൾ എല്ലാം പാകത്തിന് കുറച്ച് മതി. മഞ്ഞൾപ്പൊടി കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതുണ്ടാവില്ല, ടേസ്റ്റ് വ്യത്യാസം വരും, ഒരു ചുവയൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് കാശ്മീരി, അത് നമ്മൾ നിറത്തിന് വേണ്ടിയിട്ടാണ്. അച്ചാറിന് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിനാണ് നമ്മൾ ഈ കാശ്മീരി
ഇടുന്നത്. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. ഇളക്കിയിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടി ഒരു പരിവാവും. അപ്പോൾ ആ ഇതൊക്കെ നോക്കുക, നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇത്ര ആയപ്പോൾ തന്നെ മസാലയുടെ ഒക്കെ മണം അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് പിന്നെ അച്ചാറായി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് അറിയാമല്ലോ. ആ മുളകിൻ്റെ ഒക്കെ ഒരു പച്ച മണം വരും. അപ്പോൾ അതൊക്കെ പോകുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഇതിലായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കണം. ആ ഉപ്പ് എല്ലായിടും ഒരേപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട്, അല്ലെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇളക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, ആ പരിവാവും. പിന്നെ ഇതിലേക്ക് ഒരു സാധനം കൂടി ആവശ്യമുണ്ടായിരുന്നു. അത് നമ്മൾ ഫസ്റ്റിൽ വിട്ടുപോയി. അപ്പം അതെന്താണെന്നറിയോ, നമ്മൾ അച്ചാറിൽ എല്ലാവരും ചേർക്കുന്ന സാധനമാണ് സുർക്ക. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി വേണം. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രൈ ഇതിലെ ലെവലിലാണ് ഉണ്ടാവുക. ഇനി സുർക്ക നമുക്ക് ഒഴിക്കാം. സുർക്ക ഒഴിച്ച് കഴിഞ്ഞാലാണ് കറക്റ്റ് അച്ചാറിൻ്റെ ഒരു ലെവലിലേക്ക് വരിക. ആ ഡ്രൈ ആയിട്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ആവശ്യത്തിന് മതി, കുറച്ച് സുർക്ക ഒഴിച്ചാൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഇളക്കും. സുർക്കയും കൂടി ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരു സ്മെല്ല് ഇതൊന്നും വരുന്നുണ്ട്, ഒരു രക്ഷയില്ല. ഇതിക്ക് കുറച്ച് കായംപൊടിയും കൂടി ഇടണം. അതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മളിതാ അച്ചാർ റെഡി ആയിരിക്കണേ. അതും കിടുക്കാച്ചി അച്ചാർ, ഒരു രക്ഷയില്ല. അതിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ നമ്മൾ വായിൽ വെള്ളം വരും. അത്രയ്ക്കും ആ ഒരു ഇതാണ് എഫക്റ്റ് ഇവിടെ എടുത്ത് നിൽക്കുമ്പോൾ. ഇനി കഴിച്ചിട്ടുള്ള ഒരു റിസൾട്ട് ഞങ്ങളിപ്പം പറയാം. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിന്നാ ഒന്ന് കഴിച്ചു നോക്കുകയാണ്. ടേസ്റ്റ് കഴിച്ചോ. എന്ത് സൂപ്പർ. സൂപ്പർ, അടിപൊളിയാ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.